ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. ഫിഖ്ഹ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വുളൂ മുറിയുന്ന 4 കാര്യങ്ങളിൽ നാലാമത്തേതാണ്. 1, 2, 3 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തു. ഇനി നാലാമത്തെ കാര്യം, അതായത് തലാഖി ബശറത്തൈ ദക്കരിൻ വ ഉൻസ കബീറൈനി അജ്നബിയൈനി, വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. ഇവിടെ വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശം കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയവർ എന്നാണ്, അല്ലാതെ പ്രായപൂർത്തിയെത്തിയവർ എന്നല്ല ഇവിടെ വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശം. ഇനി തൊലി തമ്മിൽ ചേർന്നത് നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബലാത്കാരമായി ചേർത്തിയതാണെങ്കിലും ഇനി വികാരം ഇല്ലാതെ ചേർന്നതാണെങ്കിലും വുളൂ മുറിയുന്നതാണ്. ഇവിടെ തൊട്ടയാളും തൊടപ്പെട്ടയാളും സമമാണ്, രണ്ടാളുടെയും വുളൂ മുറിയും. എന്നാൽ ഒരു മയ്യത്തിൻ്റെ വുളൂ, മയ്യത്തിനെ തൊട്ടത് കൊണ്ട് മയ്യത്തിൻ്റെ വുളൂ മുറിയുകയില്ല, തൊട്ട ആളുടെ വുളൂ മാത്രമേ മുറിയുകയുള്ളൂ. തൊലി തമ്മിൽ ചേരുക എന്ന് പറഞ്ഞാൽ ആ തൊലിയുടെ ഭാഗമല്ല, തൊലിയല്ല, മുടി, നഖം, അതുപോലെ പല്ല്. അപ്പോൾ മുടി തൊട്ടാലും നഖം തൊട്ടാലും പല്ല് തൊട്ടാലും വുളൂ മുറിയുകയില്ല. ഒരു പെണ്ണിൻ്റെ മുടി, നഖം, പല്ല് എന്നിവ തൊട്ടാൽ വുളൂ മുറിയുകയില്ല. അതുപോലെ കണ്ണിൻ്റെ ഉള്ളിൽ തൊട്ടാലും വുളൂ മുറിയുകയില്ല. ഇനി നാം നേരത്തെ പറഞ്ഞത് വലിയവർ എന്നാണ്, വലിയവരും അന്യവരുമായാണ്. അപ്പോൾ സാധാരണഗതിയിൽ ആശിക്കപ്പെടാത്ത ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികളെ തൊട്ടാൽ വുളൂ മുറിയുകയില്ല. സാധാരണഗതിയിൽ എന്നാൽ ഒരു ശരിയായ മനുഷ്യ പ്രകൃതിയുള്ള ആളുകൾക്ക് വികാരം വരാത്ത പ്രായത്തിലുള്ള കുട്ടി, ആ കുട്ടിയെ തൊട്ടാൽ വുളൂ മുറിയില്ല. അതുപോലെ വിവാഹബന്ധം ഹറാമായ ആളുകൾ, അവരെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. വിവാഹബന്ധം ഹറാമാകുന്നത് 3 വിധേന വരും. തറവാട് ബന്ധം കൊണ്ടുവരും, മുലകുടി ബന്ധം കൊണ്ടുവരും, വിവാഹബന്ധം കൊണ്ടുവരും. എങ്ങനെയായാലും ഈ 3 ബന്ധം കൊണ്ട് ഏത് ബന്ധം കൊണ്ട് വന്നാലും ഏതെങ്കിലും ഒരു ബന്ധം കൊണ്ട് ആ വിവാഹബന്ധം ഹറാമായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തൊട്ടാൽ വുളൂ മുറിയുകയില്ല. അതുപോലെ നമ്മൾ 2 സ്ത്രീ പുരുഷന്മാർ തൊലി തമ്മിൽ ചേരുക എന്നാണ് പറഞ്ഞത്. എന്നാൽ 2 പുരുഷൻ്റെ തൊലി തമ്മിൽ ചേർന്നാൽ അതിന് കുഴപ്പമില്ല, അതുകൊണ്ട് വുളൂ മുറിയില്ല. അതുപോലെ 2 സ്ത്രീകളുടെ തൊലി തമ്മിൽ ചേർന്നാലും വുളൂ മുറിയില്ല. അതുപോലെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിക്കപ്പെട്ട അംഗത്തെ തൊട്ടാലും വുളൂ മുറിയുകയില്ല. ഇനി മറ്റൊരു മസാല, ഒരാളുടെ വിവാഹബന്ധം ഹറാമായ സ്ത്രീ, ഉദാഹരണം അവൻ്റെ സഹോദരി മറ്റ് അന്യ സ്ത്രീകളുമായി തിരിച്ചറിഞ്ഞുകൂടാതെയായി, ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയപ്പോൾ തിരിച്ചറിഞ്ഞുകൂടാതായി, ഇവൻ അവരിൽ നിന്നൊരു സ്ത്രീയെ തൊട്ടു, എന്നാൽ ഇവൻ്റെ വുളൂ മുറിയുകയില്ല. കാരണം ആ തൊട്ടത് അവൻ്റെ സഹോദരിയാകാൻ അവിടെ ഒരു ചെറിയ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് അവൻ്റെ വുളൂ മുറിയുകയില്ല എന്നാണ് ഹുക്മ്. ഇനി നമുക്ക് പറയാനുള്ളത് ചില കാര്യങ്ങളെക്കുറിച്ചാണ്, ചില പ്രവൃത്തികളെക്കുറിച്ച്. ആ പ്രവൃത്തികൾ ഉണ്ടായാൽ വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടും. മാ യുന്തബു മിൻഹുൽ വുളൂ, അതിനാൽ വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങൾ. യുന്തബുൽ വുളൂ മിൻ ഉമൂരിൻ, ചില കാര്യങ്ങൾ കാരണം വുളൂ ചെയ്യൽ സുന്നത്താക്കപ്പെടും. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന്, അങ്ങനത്തെ പ്രവൃത്തികളിൽ നിന്ന് കുറച്ച് പ്രവൃത്തികൾ, ഏതാണ്ട് ഒരു 28ഓളം പ്രവൃത്തികൾ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുകയാണ്. 1 അൽഫസ്ത്, കൊത്തിക്കുക. അതുപോലെ കൊമ്പ് വെപ്പിക്കുക, നഖം വെട്ടുക, മീശ വെട്ടുക, തല വടിക്കുക,
ഛർദ്ദിക്കുക, മയ്യത്തിനെ ചുമക്കുക, മയ്യത്തിനെ തൊടുക, ആണാണോ പെണ്ണാണോ എന്ന് സംശയമുള്ള നപുംസകത്തെ തൊടുക, അമ്രതിനെ തൊടുക, അതായത് താടിയും മീശയും മുളക്കാത്ത കുട്ടികളെ തൊടുക, അതുപോലെ കൊച്ചു പെൺകുട്ടിയെ തൊടുക, വെള്ളപ്പാണ്ട് രോഗിയെ തൊടുക, കാഫിറിനെ തൊടുക, ഗുഹ്യരോമം തൊടുക, വൃഷണസഞ്ചി തൊടുക, തൊടയുടെ ആദ്യ ഭാഗം തൊടുക, അവിടത്തിനോടടുത്ത ഭാഗം തൊടുക, അതുപോലെ ചന്തിയുടെ ഉള്ളു തൊടുക, അന്യസ്ത്രീയുടെ മുടി, പല്ല്, നഖം, ആ അന്യസ്ത്രീയിൽ നിന്ന് വേർപെടുത്തപ്പെട്ട അംഗം ഇവയെ തൊടുക, നാൽക്കാലിയുടെ ഗുഹ്യസ്ഥാനം തൊടുക, വികാരത്തോടുകൂടി നോക്കുക, കുറ്റകരമായ കാര്യങ്ങൾ ഉച്ചരിക്കുക, കളവ് പറയുക, ഗീബത്ത് പറയുക പോലെയുള്ളവ, അതുപോലെ ദേഷ്യപ്പെടുക, സ്കാരത്തിൽ പൊട്ടിച്ചിരിക്കുക, ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കുക, വയസ്സുകൊണ്ട് പ്രായപൂർത്തിയെത്തുക, അതായത് 15 വയസ്സ് തികയുക, അതുപോലെ ഒരു വുളൂ കൊണ്ട് ഒരു സംസ്കാരം നിർവഹിക്കുക. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ ശേഷം വുളൂ ചെയ്യൽ സുന്നത്താണ്. ഏകദേശം ഒരു 28ഓളം കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇത് അതിൽ നിന്ന് ചിലത് മാത്രമാണ്. ഇനി അർത്ഥം ശ്രദ്ധിക്കുക. വറാബിയു, നാലാമത്തേത്, തലാഖി വശറത്തൈ ദക്കരിം ഉൻസാ കബീറൈനി അജ്നബിയൈനി, വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക. വലൂബി ഇക്രാഹിൻ, അത് ഇക്രാഹ് കൊണ്ടാണെങ്കിലും ശരി, അത് ബലാത്കാരമായി ചേർത്തിയതാണെങ്കിലും ശരി, ഔ ബിലാ ഷഹ്വത്തിൻ, അല്ലെങ്കിൽ വികാരമില്ലാതെ ചേർന്നതാണെങ്കിലും ശരി, എങ്ങനെയായാലും ഒതു മുറിയും. സവാവുനില്ലാമിസു വൽ മൽമൂസ്, ഇവിടെ തൊട്ടവനും തൊടപ്പെട്ടവനും സമമാണ്, രണ്ടുപേരുടെയും ഒതു മുറിയുന്നതാണ്. ലാക്കിനെങ്കിലും ലാ എന്തെങ്കിലും ഉദുവിൽ മയ്യത്തിൻ്റെ ഉദു മുറിയുകയില്ല. മയ്യത്തിനെ ഒരാൾ തൊട്ടാൽ തൊട്ടാളെ ഉദു മാത്രമേ മുറിയുകയുള്ളൂ. ഒലാനക്കത, അതുപോലെ ഉദു മുറിയുകയില്ല. ബിലംസി വൈരിൽ ബഷറത്തി, തൊലി അല്ലാത്തിനെ തൊടലുകൊണ്ട്. വഹുവഹുന, അത് ഇവിടെ അഷറു മുടിയും, വസിന്നു പല്ലും, ഉദ്ഫുറു നഖവുമാണ്, അതുപോലെ വാത്തുല്ലൈനി കണ്ണിൻ്റെ ഉള്ളുമാണ്. ഇവ നാലും തൊട്ടാൽ ഉദു മുറിയുകയില്ല. അതുപോലെ വലാ ബിലംസി മല്ല യുസ്തഹ ഉറുഫൻ, ഉറുഫിൽ ആശിക്കപ്പെടാത്തവരെ തൊട്ടാലും തൊടൽ കൊണ്ടും ഉദു മുറിയുകയില്ല. ഉറുഫൻ എന്ന് പറഞ്ഞാൽ ശരിയായ മനുഷ്യപ്രകൃതി ഉള്ളവരുടെ അടുക്കൽ, വോലിബൻ സാധാരണഗതിയിൽ. അതുപോലെ വല മഹ്റമിൻ, വിവാഹബന്ധം ഹറാമായവരെ തൊട്ടാലും ഉദു മുറിയുകയില്ല. വിവാഹബന്ധം ഹറാമായത് ബിനസബിൻ, തറവാട് ബന്ധം കൊണ്ട്, ഔ റലായിൻ, അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട്, ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ വിവാഹബന്ധം കൊണ്ട്. ഇനി വലാബി തലാഖി റജുലൈനി, 2 പുരുഷന്മാർ പരസ്പരം ചേർന്നതുകൊണ്ട്, അല്ലെങ്കിൽ 2 സ്ത്രീകൾ പരസ്പരം ചേർന്നതുകൊണ്ട് ഉദു മുറിയുകയില്ല. അതുപോലെ വലാബിൽ ലംസിൽ ഉദുബിൽ മുബാനി, വിട്ടുപിരിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വിട്ടുപിരിക്കപ്പെട്ട അംഗത്തെ തൊട്ടതുകൊണ്ടും ഉദു മുറിയുകയില്ല. ഇനി ഒരു മസല, വലവിസ്തബഹത്ത് മഹ്റമുഹു, ഒരാളുടെ മഹ്റം തിരിച്ചറിഞ്ഞുകൂടാതെയായാൽ ബി അജ്നബിയാത്തിൻ, അന്യ സ്ത്രീകളുമായി. അങ്ങനെ ഫലമസ, അവൻ തൊട്ടു, വാഹിദത്തം മിൻഹുന്ന, സ്ത്രീകളിൽ നിന്ന് ഒരാളെ തൊട്ടു, എന്നെല്ലാം എന്തൊക്കെയും അവൻ്റെ ഉദു മുറിയുകയില്ല. ഇനി മാ യുന്തബു മിൻഹുൽ ഉദു, ചില കാര്യങ്ങൾ, യുന്തബു മിൻഹു, ആ കാര്യങ്ങൾ കാരണം സുന്നത്താക്കപ്പെടും, അൽ ഉദു ചെയ്യൽ. യുന്തബുൽ ഉദു ചെയ്യൽ സുന്നത്താക്കപ്പെടും മിന്നും ഊരിൻ, ചില കാര്യങ്ങൾ നിമിത്തം. മിൻഹ, കാര്യങ്ങളിൽപ്പെട്ടതാണ് അൽ ഫസ്തു, കൊത്തിക്കൽ, വൽ ഹിജാമത്തു, കൊമ്പ് വെപ്പിക്കൽ, വഖസ്സുദുഫരി, നഖം വെട്ടൽ, വശാരിബി, മീശ വെട്ടൽ, വഹൽഖുർ റൈസി, തലവരണ്ടൽ, വഖൈ ഉൻ, ഛർദിക്കൽ, വഹംലു മയ്യത്തിൻ, മയ്യത്തിനെ ചുമക്കൽ, വമസ്സുഹു, മയ്യത്തിനെ തൊടൽ, വമസ്സുൽ ഖുൻസൽ മുഷ്കിലി, മുഷ്കിലായ ഖുൻസയെ തൊടൽ, അതായത് സംശയകരമായ ആണാണോ പെണ്ണാണോ എന്ന് സംശയമുള്ള നപുംസകത്തെ തൊടൽ. അതുപോലെ വൽ അമ്രതി, അമ്രതിനെ തൊടൽ, വൽ അമ്രതി, മുടി മുളക്കാത്ത കുട്ടിയെ തൊടൽ, താടിയും മീശയും മുടക്കാത്ത കുട്ടിയെ തൊടൽ, വസഗീറത്തി, ചെറിയ പെൺകുട്ടിയെ തൊടൽ, വൽ അബ്രസി, വെള്ളപ്പാണ്ട് രോഗിയെ തൊടൽ, വൽ കാഫിരി, കാഫിറിനെ തൊടൽ, വൽ ആനത്തി, ഗുഹ്യരാമൻ തൊടൽ, വൽ ഉൻസൈനി, വൃഷണസഞ്ചി തൊടൽ, വസിൽ ഫഖ്ദി, തൊടയുടെ ആദ്യ ഭാഗം തൊടൽ, തൊടയുടെ ആവറത്തിനോടടുത്ത ഭാഗം തൊടൽ, ബാത്തിനിൽ അല്യത്തി, ചന്തിയുടെ ഉള്ളു തൊടൽ, വശൈരിൽ അജ്നബിയത്തി, അന്യ സ്ത്രീയുടെ
മുടി, ഒതു പിരിയാവുടെ നഖം, സിന്നിയ അവിടെ പല്ല്, ഇതൊക്കെ തൊടൽ. അതുപോലെ ഒതുവിൽ മുബാനി മിന്ന, അന്യ സ്ത്രീയിൽ നിന്ന് വിട്ടുപിരിക്കപ്പെട്ട അംഗത്തെ തൊടൽ. അതുപോലെ ഫർജിൽ വഹീമത്തി, നാൽക്കാലിയുടെ ഉയസ്ഥാനം തൊടൽ. അതുപോലെ വനതുറുമ്പി ഷഹുവത്തിൻ, വികാരത്തോടുകൂടി നോക്കൽ. അതുപോലെ തലഫുതുമ്പി മഴസിയത്തിൻ, തെറ്റായ കാര്യങ്ങൾ ഉച്ചരിക്കൽ, തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ഉച്ചരിക്കൽ. ഗീബത്ത് പറയുക, നമീമത്ത് പറയുക പോലെ. വഗളബുൻ, ദേഷ്യപ്പെടൽ. വഖഹഖത്തും ഫിസ്ലാത്തി, നിസ്കാരത്തിൽ പൊട്ടിച്ചിരിക്കൽ. വാക്കിലുൽ അഹ്മിൽ ജസൂരി, ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിക്കൽ. വൽബുലൂഗു ബിസ്സിന്നി, വയസ്സുകൊണ്ട് പൂർത്തിയാകൽ, അതായത് 15 വയസ്സ് പൂർത്തിയാകൽ. അദാ ഉൽ സ്വലാത്തിൻ ബി വുളൂഇൻ, വുളൂ കൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കൽ.